ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു അടിപൊളി എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഈ പെട്ടികളൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങോട്ടാണ് ഈ പെട്ടിയും കിടക്കെടുത്ത് പോകുന്നത്? നമ്മൾ നാട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. നീണ്ട 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം നമ്മൾ 2 മാസത്തേക്ക് ബ്രേക്കിനായിട്ട് തിരിച്ച് നമ്മൾ കോഴിക്കോട് പോവുകയാണ്. എന്താണെന്നറിയില്ല, ഈ പ്രാവശ്യം നമ്മൾ ഭയങ്കര ഹോം സിക്കായിരുന്നു, എസ്പെഷ്യലി ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിലത്തൊന്നും അല്ലായിരുന്നു എന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോർഡിങ്ങിനായിട്ട് പോവുകയാണ്. നമ്മുടെ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ബോർഡ് ചെയ്തു. ഇത് ജസ്റ്റ് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്, സവാന ടു ഫിലാഡൽഫിയ. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ ചെറിയ സ്നാക്സും ഒരു ജ്യൂസൊക്കെ കിട്ടുള്ളൂ. ഇത് എൻ്റെ മാത്രം തോന്നലാണെന്ന് എനിക്കറിയില്ല, ബട്ട് ആപ്പിൾ ജ്യൂസ് ടേസ്റ്റ് ദ ബെസ്റ്റ് വെൻ ഇൻ ഫ്ലൈറ്റ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആപ്പിൾ ജ്യൂസ് അല്ല കുടിച്ചത്, എന്താണെന്ന് എനിക്കറിയില്ല. നമ്മളങ്ങനെ ഒരു 2 മണിക്കൂറിന് ശേഷം ഫിലാഡൽഫിയയിൽ ലാൻഡ് ചെയ്തു. ചെറിയൊരു മഴയുണ്ടായിരുന്നു, ബട്ട് നമുക്ക് അങ്ങനെ ഒരുപാടൊന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല. സോ ചെറിയൊരു ഗ്യാപ്പാണ് നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റിലുള്ളത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ദോഹയിലേക്കാണ്. ആൻഡ് ദിസ് ഇസ് ദ ലോങ്സ്റ്റ് ഫ്ലൈറ്റ്, ഫിലാഡൽഫിയ ടു ദോഹ. 12 hours ആണ്. ഉറങ്ങാൻ വേണ്ടി നമ്മളങ്ങനെ തറയണൊക്കെ എടുത്ത് വെച്ചെങ്കിലും ഞാനൊരു തുള്ളി ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ടി വി കാണുന്നു, വീണ്ടും ഭക്ഷണം കഴിക്കുന്നു, ടി വി കാണുന്നു. ഇത് തന്നെയായിരുന്നു അവിടെ എത്തുന്നത് വരെ. അതുകൊണ്ടാണ് എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അവസാനം ലാൻഡ് ചെയ്യാനായപ്പോഴാണ് ഞാനൊന്ന് ഉറങ്ങിയത്. അങ്ങനെ നമ്മൾ ദോഹയിൽ ലാൻഡ് ചെയ്യുന്നു. നമ്മൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കാണുന്നു, അങ്ങോട്ട് പോയി സാധനം വാങ്ങുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സാധനം വാങ്ങാനായിട്ട് ഇങ്ങനെ കൈത്തരിക്കും. അങ്ങനെ ചെറിയ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് പിടിക്കുകയാണ് സുഹൃത്തുക്കളെ, ദോഹ ടു കോഴിക്കോട്. അങ്ങനെ വെറും 4 മണിക്കൂറിന് ശേഷം നമ്മൾ കോഴിക്കോട് ലാൻഡ് ചെയ്യുന്നു. ആഹാ, എന്തൊരു സുഖം. അങ്ങനെ നമ്മൾ പെട്ടിയെല്ലാം കളക്ട് ചെയ്യാനായിട്ട് പോവാണ്. അവിടുന്ന് നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റോപ്പിലാണ് നമ്മൾ ലഗേജ് എല്ലാം കളക്ട് ചെയ്യുന്നത്. എല്ലാം കൊണ്ടും വളരെ സ്മൂത്തായിരുന്നു, നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഈ ഹോൾ ട്രാവൽ. അങ്ങനെ നമ്മൾ പെട്ടികളെല്ലാം എടുത്ത് ഡിക്കിയിലിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. നല്ല അടിപൊളി പ്ലേലിസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ വണ്ടിയിൽ, പറയാതിരിക്കാൻ വയ്യ. നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് നല്ല അടിച്ച് പൊളിച്ച് വീട്ടിൽ ചെന്നു. ഓഹ്, എന്തൊരു സമാധാനം. മിക്സ്ഡ് ഇമോഷൻസ്, ശാന്തി, സമാധാനം, കൂടെ നല്ല ചൂടും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ നമ്മളങ്ങനെ കിടന്നുറങ്ങി തീർത്തു. അങ്ങനെ 2ാമത്തെ ദിവസം നമ്മൾ പടത്തിന് പോയി. തുടരും ലാസ്റ്റ് ഡേ ആയിരുന്നു. നല്ല അടിപൊളി പടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദാറ്റ് വാസ് നമ്മുടെ Day 2 ഇൻ കോഴിക്കോട്. അപ്പോൾ ഇനി കുറച്ച് കോഴിക്കോടൻ വിശേഷങ്ങളാവാം അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.